ഓം നമോ നാരായണായ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 27ാം ദശകം ക്ഷീരാബ്ധി മഥനവും കൂർമാവതാരവുമാണ് നോക്കാനുള്ളത്. ക്ഷീരാബ്ധി മഥനം എന്ന് പറഞ്ഞാൽ പാലാഴി കടയുന്നതിനെയാണ് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. കൂർമ്മം ആമയാണ്. പാലാഴി കടഞ്ഞപ്പോൾ താഴ്ന്നു പോകുന്ന മന്ദരപർവ്വതത്തെ താങ്ങി നിർത്താൻ വേണ്ടി ഭഗവാൻ കൂർമ്മമായിട്ട് അവതരിച്ചു. അപ്പോൾ ആ കൂർമാവതാരത്തെക്കുറിച്ചും ആ ക്ഷീരാബ്ധി പാലാഴി കടഞ്ഞതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് ദുർവാസാഹ സുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്രപ്രതിമൃദിതേ ശശാപചക്രം കാക്ഷാന്തിസ്ത്വദിതരദേവതാം ച ജാനാം. ദുർവാസാഹ സുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയം ഉപദായ തത്ര ഭൂയഃ നാഗേന്ദ്രപ്രതിമൃദിതേ ശക്രം ശശാപ ത്വദിതര ദേവതാംശ ജാനാം കാ ക്ഷാന്തിഃ. ഇവിടെ ദുർവാസാവ് മഹർഷി നമുക്കറിയാം, കോപം മൂക്കിൻ്റെ തുമ്പത്താണ്. ഭയങ്കര ദേഷ്യമാണ് ദുർവാസാവ് മഹർഷിക്ക്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര കോപം എന്ന് വെച്ചാൽ ശ്രീപരമേശ്വരൻ്റെ അംശാവതാരം തന്നെയാണ് ദുർവാസാവ് മഹർഷിയും. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു വിദ്യാധര സ്ത്രീ, വിദ്യാധരന്മാരും ദേവന്മാർ കഴിഞ്ഞ് തൊട്ട് താഴെ നമ്മുടെ ഇടയിൽ ഈ ജാതി സമ്പ്രദായം ഉള്ളത്, ജാതി സമ്പ്രദായം ഉണ്ടല്ലോ. അതുപോലെ ഹിന്ദുക്കൾ, ക്രിസ്ത്യൻസ്, അതിലൊക്കെ ഇങ്ങനെ ഗ്രേഡ് കൂടിയവർ കുറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ വിദ്യാധരന്മാരും ദേവന്മാരെക്കാളും ഇത്തിരി കൂടെ ഗ്രേഡ് കുറഞ്ഞവരാണ്. അവരും ദേവന്മാരുടെ കൂട്ടത്തിൽ ഉപദേവന്മാരാണ് അവരൊക്കെ. അപ്പോൾ ആ ഒരു വിദ്യാധര സ്ത്രീ ഒരു കൽപ്പകവൃക്ഷം നമുക്കറിയാമല്ലോ, പാലാഴി മഥനം നടത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കൽപ്പവൃക്ഷവും. ആ കൽപ്പകപ്പൂവ് കൊണ്ടുണ്ടാക്കിയ ഒരു മാല ദേവേന്ദ്രന് കൊടുക്കുകയാണ്. ദുർവാസാവ് മഹർഷിക്ക് ഒരു വിദ്യാധര സ്ത്രീ കൊടുക്കുന്നു. അത് ദുർവാസാവ് മഹർഷി, ഇത് മഹർഷിയല്ലേ, എനിക്ക് എന്തിനാണെന്ന് വിചാരിച്ചത് ഇന്ദ്രന് സമർപ്പിക്കുന്നു. ഇന്ദ്രൻ ആ മാല എന്ത് ചെയ്തു? തൻ്റെ ആനപ്പുറത്തിരിക്കുന്ന ഐരാവതം എന്ന ആ ആനപ്പുറത്തിരിക്കുന്ന ദേവേന്ദ്രൻ ആ മാല ആനയുടെ ആ നെറ്റിമേൽ വയ്ക്കുകയാണ്, ഇങ്ങനെ അലങ്കാരം പോലെ. ഈ കൽപ്പകപ്പൂവിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ ആരെയും ആകർഷിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ വണ്ടുകളുടെ കാര്യം പറയണോ? വണ്ടുകൾ ഈ സുഗന്ധവും തേനും, സുഗന്ധം കൊണ്ടാണ് ഈ തേനിലേക്ക് ഇങ്ങനെ തേൻ കുടിക്കാൻ ആകർഷിക്കപ്പെട്ട് വരുന്ന ഈ വണ്ടുകൾ ഇങ്ങനെ മൂളിക്കൊണ്ട് വന്നു. മാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനേകം മലരുകൾ കൊണ്ട് കോർത്തതാണ്. ഈ വണ്ടുകളെല്ലാം ഇങ്ങനെ വന്നപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നു. അത് ഒരു അലോസരപ്പെടുത്തുന്ന ശബ്ദമല്ലേ. ആന തുമ്പിക്കൈകൊണ്ട് ഈ മാല എടുത്ത് താഴോട്ടൊരേറ്. വണ്ടുകളെയാണ് ചവിട്ടുന്നത്, പക്ഷേ മാലയാണ് ചവിട്ടിയത്. വണ്ടുകളെ ചവിട്ടുന്നത് പോലെ. ദുർവാസാവ് മഹർഷിക്ക് ഇത് കണ്ടിട്ടാണ് ദേഷ്യം വന്നത്. ആ പോകുന്ന വഴിക്ക് തന്നെ ശപിക്കുകയാണ്. നിങ്ങൾക്ക് ജരാതര ബാധിക്കട്ടെ, ഐശ്വര്യം നശിച്ചു പോകട്ടെ, ത്രിലോകങ്ങളും നശിച്ച്, ത്രിലോകങ്ങൾ നമുക്കറിയാം, ഭൂമി, പാതാളം, സ്വർഗം. സ്വർലോകത്തിലെ നാഥനാണ് ദേവേന്ദ്രൻ. അപ്പോൾ ഈ എല്ലാ ലോകങ്ങളും നഷ്ടശ്രീയോടും യാഗാദി കർമ്മങ്ങൾ നടത്തുന്നത് ഐശ്വര്യം ഉണ്ടാകാനാണല്ലോ. അപ്പോൾ യാഗാദി കർമ്മങ്ങളില്ലാത്തതുമായി തീരുകയാണ്, ഐശ്വര്യമെല്ലാം നശിച്ച്. ഈ തക്കം നോക്കി അസുരന്മാർ ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യാനാണെന്ന് ആലോചിച്ച് ദേവന്മാരെല്ലാം വട്ടം കൂടിയിരുന്ന് ആലോചിക്കുകയാണ്. സാധാരണ അവർ ആലോചിച്ചിട്ട് അവസാനം എവിടെ ചെല്ലും? ബ്രഹ്മദേവൻ്റെ അടുത്താണ് ചെല്ലുക, അല്ലേ? ഇവരെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചു. ഒരു നീക്കുപോക്കും ഉണ്ടായില്ല. ഉടനെ ബ്രഹ്മദേവനെ സമീപിച്ചു, സർവ്വവൃത്താന്തങ്ങളും പറഞ്ഞു. അല്ലേ, എനിക്ക് ഒരു മാല കൊണ്ട് തന്നു, അത് ഞാനിങ്ങനെ ആനയുടെ മസ്തകത്തിൽ വെച്ചു, അത് ആന എടുത്ത് ചുരുട്ടിക്കൂട്ടി താഴെ എറിഞ്ഞു, എനിക്കൊരു പങ്കുമില്ല അതിൽ, അറിയാതെ പറ്റിപ്പോയതാ. പക്ഷേ ദുർവാസാവ് മഹർഷി ശപിച്ചു. അത് കാരണം ദേവലോകത്തു നിന്ന് എല്ലാ ഐശ്വര്യങ്ങളും പോയി. ആ തക്കം നോക്കി അസുരന്മാരെ ആക്രമിച്ച് കീഴടക്കി. ഇനി എന്ത് ചെയ്യണമെന്നൊരു ഒന്നും തോന്നുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് ബ്രഹ്മദേവനെ സമീപിച്ച് സങ്കടം പറയുകയാണ്. ദേവന്മാരുടെ ഈ ഐശ്വര്യത്തിനും ശക്തിക്കും ഇങ്ങനെ ഹാനി സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഐശ്വര്യമില്ലായ്മ വരിക എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അധർമ്മമാണ് പിന്നെ ഉള്ളതല്ലേ. അസുരന്മാർക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും.
അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഉടനെ സാധാരണ ചെയ്യുന്ന പോലെ മഹാവിഷ്ണുവിനെ സ്മരിച്ചു. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ നല്ലതുപോലെ അങ്ങോട്ട് സ്മരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നത്: അഹംഭവോ യൂയമധോസുരാദയോ മനുഷ്യതിര്യദ്രുമഘർമ്മജാതയ യസ്യാവതരാംശ കലാവിസർജിത വ്രജാമ സർവേ ശരണം തമവ്യയം. എന്ന് പറഞ്ഞാൽ ഞാനും രുദ്രനും നിങ്ങളും അസുരന്മാരും മറ്റ് സകല ജീവജാലങ്ങളും, അതായത് വൃക്ഷലതാദികളും സസ്യങ്ങളും എല്ലാം ആരുടെ അംശമാണോ ആ നിത്യനായ ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം ഈ ശ്ലോകത്തിലുള്ള സകല സൃഷ്ടികളും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശമാണെന്നാണ് പറഞ്ഞ് ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. അങ്ങനെ ആ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സ്മരിച്ച് അവിടെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇവിടെ മേൽപ്പത്തൂര് പറയുന്നതാണ്, വേഗത്തിൽ കോപിക്കുന്ന സ്വഭാവമുള്ള ആളാണല്ലോ പരമേശ്വരൻ. ആ പരമേശ്വരൻ്റെ അംശാവതാരമായതുകൊണ്ടാണ് ദുർവാസാവ് ഇപ്രകാരം ശപിച്ചതും ഇങ്ങനെ ഐശ്വര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഈ അസുരന്മാർ ദേവലോകം ആക്രമിച്ച് കീഴടക്കിയതും. അപ്പോൾ ജരാനര ബാധിക്കട്ടെ എന്ന് ശപിച്ചു. ഐശ്വര്യം നഷ്ടപ്പെടുക മാത്രമല്ല, ഇന്ദ്രന് പെട്ടെന്ന്, നമുക്കറിയാം ദേവന്മാർക്കെല്ലാം നിത്യ യൗവനമാണ്, പെട്ടെന്ന് ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും ജരാനരകളൊക്കെ ബാധിച്ച് വൃദ്ധന്മാരായി തീർന്നു. അപ്പോൾ ആ ജരാനരകളിൽ നിന്ന് മോക്ഷം നേടാനായിട്ടാണ്, മുക്തി ലഭിക്കാനാണ് ആ പാലാഴി കടയുന്നതും. അവിടെ നിന്ന് അമൃത് കിട്ടി, അമൃത് കുടിച്ചാലല്ലേ ഇതെല്ലാം തിരികെ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ കാരണം എന്താണെന്നോ ശാപം എന്താണെന്നോ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. ഇന്ദ്രനടക്കം മറ്റ് 3 ലോകവും അധപതിക്കാൻ കാരണം ദുർവാസന്റെ ശാപമാണെന്ന് മാത്രമേ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. യഥാ ദുർവാസസ്യാപാത്സേന്ദ്രാലോകാസ്ത്രയോ നൃപ നിശ്രീകാശാഭവം സ്തത്ര നേശുരുജ്യാദയക്രിയ. ഇത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ശപിച്ചിരിക്കുന്നതെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ നാരായണി എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ മറ്റു പുരാണങ്ങളിലും അതുപോലെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന്. ഇവിടെ മഹാഭാരതം കിളിപ്പാട്ടിൽ പാലാഴി മഥനത്തിൻ്റെ കഥ ആ സന്ദർഭത്തിൽ ഇങ്ങനെയാണ്: വിദ്യാധര സ്ത്രീകൾ ദിവ്യപുഷ്പം കൊണ്ട് ഹൃദ്യമായുള്ളൊരു മാല്യം തൊടുത്തതു സർവാംശജാതനായൊരു മുനീന്ദ്രനാം ദുർവാസാവിനു കൊടുത്തവരും പോയാർ എന്ന് കിളിപ്പാട്ടി പറഞ്ഞിട്ടുണ്ട് ആസ്തിക പർവ്വതത്തിൽ. അവിടെ ദുർവാസാവിൻ്റെ ശാപത്താൽ സ്വർഗഭ്രഷ്ടരായ ഇന്ദ്രാദി ദേവന്മാർ പിന്നെ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുകയാണ് 2ാമത്തെ ശ്ലോകത്തിൽ. 1ാമത്തെ ശ്ലോകം ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് 2ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമൃതിദേശാപചക്രം കാക്ഷാന്തിസ്ത്വതിതരദേവതാം ച ജാനാം. ഇനി 2ാമത്തെ ശ്ലോകം നോക്കാം. ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമലജമേത്യ സർവദേവാഃ നിർവാണപ്രഭവ സമം ഭവന്തമാപൂ. അധ നിർജരേന്ദ്രേ ശാപേന പ്രഥിതജരേ ദേവേഷു അപി അസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാഃ സർവദേവാഃ കമലജം ഏത്യ സമം നിർവാണപ്രഭവ ഭവന്തം ആപുഹു. ഇവിടെ ഈ ശ്ലോകം 8ാം സ്കന്ധം, ഭാഗവതം 8ാം സ്കന്ധത്തിലെ 5ാം അധ്യായത്തിൻ്റെ ഒരു സമ്മറിയാണിത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ. ഈ ദേവേന്ദ്രൻ ശാപം കൊണ്ട് ജരാനര ബാധിച്ചവനായി തീരുകയാണ്. പ്രഥിതജരേ, ആ ജരാനരകൾ ബാധിക്കപ്പെട്ടു. ദേവേഷു അപി അസുരജിതേഷു നിഷ്പ്രഭേഷു. ദേവേഷു അപ്പി അസുരജിതേഷു നിഷ്പ്രഭേഷു. അസുരന്മാരാൽ തോൽപ്പിക്കപ്പെട്ട ദേവന്മാർ നിഷ്പ്രഭരായി തീർന്നു എന്ന് പറഞ്ഞാൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തെങ്കിലും ഒരു നിലനിൽപ്പുണ്ടോ? അവരെല്ലാം അത്ര നാളും അപരാജിതരാണ്, ആരാലും തോൽപ്പിക്കപ്പെടാൻ പറ്റാത്തവരാണ് എന്ന് വിചാരിച്ച് വളരെ അഹങ്കാരത്തോടു കൂടിയ ദേവേന്ദ്രനെ
ഇവിടെ അസുരന്മാർ തോൽപ്പിച്ചിരിക്കുന്നു. അതോടുകൂടെ അവരുടെ പ്രഭയെല്ലാം നശിച്ചു. ദേവേഷു അപി അസുരജിതേഷു നിഷ്പ്രഭേഷു. ഇങ്ങനെ അവർക്ക് ഒരു ശോഭയുമില്ല, പ്രഭയുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ശർവാദ്യാഹ, ശർവൻ ശ്രീശങ്കരനാണ്. ശർവാദ്യാഹ സർവദേവാഹ, അങ്ങനെ ശിവനും മറ്റ് ദേവന്മാരും കമലജം ഏത്യ, കമലജൻ ശ്രീ ബ്രഹ്മാവാണ്, ആ ബ്രഹ്മദേവൻ്റെ അടുക്കൽ ചെന്ന് സമം നിർവാണപ്രഭവ ഭവന്തം ആപു, അങ്ങനെ ഒന്നിച്ചു ചേർന്ന് ആ സുഖത്തിൻ്റെ ഉത്ഭവസ്ഥാനം, നമുക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാണ് ഭഗവാൻ എന്ന് അവിടുത്തെ ശരണം പ്രാപിക്കുകയാണ്. അതായത് ഇവിടെ എല്ലാം തരുന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ് എന്ന് സമർത്ഥിച്ചിരിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളുടെയും എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഭഗവാനാണ്. ആ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. അതിനു മുമ്പ് ഒന്നുകൂടെ ആ ശ്ലോകം വായിക്കാം. ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമലജമേത്യ സർവദേവ നിർവാണപ്രഭവ സമം ഭവന്തമാപൂ. ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദ പുരപരേണ ധാംന ഹേ ദേവ ദിദിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്ത്വം. വരദ ബ്രഹ്മാദ്യൈഃ ചിരം സ്തുതമഹിമ ത്വം തദാനീം പുരഃ പരേണ ധാംന പ്രാദുഷൻ ഹേ ദേവ യൂയം ദിദിജകുലൈഃ സന്ധിം വിധായ പീയൂഷം പരിമഥത ഇതി പര്യശാഹ. പര്യശാഹ ത്വം ആണ് പര്യശാസ്ത്വം എന്നെഴുതി, പര്യശാസ്ത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബ്രഹ്മാദേഹി, ബ്രഹ്മാദി ദേവന്മാർ, മറ്റ് ദേവന്മാരും ശിവൻ മുതലായ മറ്റ് ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിക്കുന്നു, എല്ലാവരും കൂടെ മഹാവിഷ്ണുവിനെ സമീപിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മാദേഹി സ്തുതമഹിമാചിരം തദാനീം, അപ്പോൾ ആ വരദ എന്നുദ്ദേശിച്ചിരിക്കുന്ന വരദൻ, ഹേ ദേവ ദിദിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്ത്വം. വരദ എന്ന് പറഞ്ഞാൽ വരത്തെ നൽകുന്നവൻ, എല്ലാവർക്കും അഭീഷ്ട വരങ്ങളെ നൽകുന്നവനാണ് ഭഗവാൻ മഹാവിഷ്ണു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഭക്തന്മാർക്ക് അഭീഷ്ട വരങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ ഭഗവാനെ കൃഷ്ണ. ബ്രഹ്മാദി ദേവന്മാർ അവിടുത്തെ മാഹാത്മ്യത്തെപ്പറ്റി അങ്ങനെ വളരെ നേരം സ്തുതിച്ചു. ആ സ്തുതിച്ചത് കേട്ട ഭഗവാൻ എന്ത് ചെയ്തു? ബ്രഹ്മാദ്യൈ സ്തുത മഹിമ. സ്തുതിച്ചത് എന്താണ്? അവിടുത്തെ മഹിമയെ പറ്റിയാണ് സ്തുതിച്ചുകൊണ്ടിരുന്നത്. ചിരം തദാനീം, ചിരം എന്ന് വളരെ സമയം പ്രകീർത്തിച്ചു. അങ്ങനെ തദാനീം, അത് കേട്ടിട്ട് അവിടുന്നോ പ്രാദുഷൻ വരദ. പ്രാദുഷൻ എന്ന് പറഞ്ഞാൽ വളരെ തേജസ്സോടുകൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പ്രാദുഷൻ. ആ മഹിമ ഇങ്ങനെ വർണ്ണിക്കുന്നത് കേട്ട് നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുമ്പോൾ നമുക്ക് സന്തോഷം വരില്ല. അതുപോലെ തന്നെ ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭഗവാനും വളരെയധികം സന്തുഷ്ടനായിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പുര, മുൻപിൽ നിന്നാണ് ഇവിടെ പുര. പരേണ ധാംന. ഇവിടെ ധാംന എന്ന് പറഞ്ഞാൽ ഇവിടെ കയ്യിൽ എന്തൊക്കെ പിടിച്ചിട്ടുണ്ട്? അവരുടെ മുമ്പിൽ വളരെ തേജസ്സോടുകൂടി ആ ശംഖചക്ര ഗദാപത്മങ്ങളൊക്കെ ധരിച്ച് 4 തൃക്കൈകളോടും കൂടി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു പ്രാദുഷൻ. ഹേ ദേവ, അല്ലയോ ഗുരുവായൂരപ്പ. ആ ദേവന്മാർ, ആ പ്രത്യക്ഷപ്പെട്ടത് ആരുടെ മുമ്പിലാണ്? ദേവന്മാരുടെ മുമ്പിൽ. ആ ദിദിജകുലൈഹി സന്ധിം വിധായ, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ അസുരന്മാരുമായി സന്ധി ചെയ്യാൻ പറഞ്ഞു. വഴക്കിനൊന്നും പോകണ്ട, അവരേതായാലും ഇപ്പോൾ ജയിച്ച് നിൽക്കുമല്ലേ, നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം, അവരോട് വളരെ ഒരു അനുകൂല ഭാവത്തിൽ ഒരു സന്ധി ചെയ്യാം എന്ന് പറയുകയാണ്, വളരെ സമാധാനപരമായി. എന്നിട്ടോ പീയൂഷം പരിമഥത ഇതി പര്യശാഹ. നമുക്ക് സന്ധി ചെയ്ത് എന്തിനാണ് സന്ധി ചെയ്യാൻ പറഞ്ഞത്? ഒറ്റയ്ക്ക് പറ്റില്ല ദേവന്മാർ വിചാരിച്ചാൽ, അതുകൊണ്ട് അവരുടെ സഹായം വേണം. ശരിക്കും നമുക്ക് എന്തിനാണ് അസുരന്മാരുമായിട്ട് എപ്പോഴും ശത്രുത? നമുക്കറിയാം, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നുണ്ട്. ഇന്ദ്രനെ ദേവലോകത്തു നിന്ന് പുറത്ത് ചാടിക്കുന്നുണ്ട്, എപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ദ്രനും അതുപോലെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ആരുടെയും ഉത്കർഷം ഇന്ദ്രന് സഹിക്കാൻ പറ്റില്ല.
ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ആ യാഗം നടത്തിയാലും അതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇന്ദ്രൻ ഉടനെ അവരുടെ മുമ്പിൽ ചെന്ന് ചാടി അത് മുടക്കാൻ നോക്കും. ഇതെന്തിനാണ് എന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ഇത് വായിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ ഇപ്പം ദുർവാസാവ് വന്ന് ശപിച്ചു. ജരാനരകൾ ബാധിച്ച ഇന്ദ്രനും മറ്റ് ദേവന്മാർക്കും അത് തിരികെ കിട്ടണമെങ്കിൽ പാലാഴിയിൽ നിന്ന് അമൃത് കടഞ്ഞെടുക്കണം. അമൃതകുംഭം കയ്യിൽ കിട്ടി അത് സേവിച്ചാലേ പൂർവ്വസ്ഥിതിയിലാകൂ. അങ്ങനെ ആ അമൃതകുംഭം ലഭിക്കണമെങ്കിൽ ദേവന്മാരെ കൊണ്ട് തന്നെ പറ്റില്ല. അതുകൊണ്ട് ശ്രീ മഹാവിഷ്ണു ഉപദേശിക്കുകയാണ്, നമുക്ക് അസുരന്മാരോട് സന്ധി ചെയ്യാം, അവരോട് ഇനി പ്രത്യാക്രമണത്തിനൊന്നും പോയിട്ട് കാര്യമില്ല. സന്ധി ചെയ്ത് അമൃതം കടഞ്ഞെടുത്തിട്ട് ബാക്കി ചെയ്യാമെന്ന് ഉപദേശിക്കുകയാണ് ഭഗവാൻ. അമൃത് സേവിച്ചാൽ എല്ലാ സങ്കടങ്ങളും തീരും. ജരാതരകൾ എന്ന് നമ്മൾ വായിച്ചു വച്ചിരിക്കുന്നതാണ്. അങ്ങനെ ശത്രുക്കളായ അസുരന്മാരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പാലാഴി കടഞ്ഞ് അമൃത് സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് കടകോലിന് പകരം മന്ദരപർവ്വതം വേണം, കടയുവാൻ കയറിന് പകരം വാസുകി വേണം. ഇതൊക്കെയാണ് ഭഗവാന്റെ ഉപദേശം. ഭാഗവതം 5-ാം അധ്യായത്തിലെ അഷ്ടമസ്കന്ധം 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലെ 25 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 6-ാം അധ്യായത്തിലേക്ക് അത് തുടരുന്നുണ്ട്. ആ 6-ാം അധ്യായത്തിൻ്റെ ആദ്യം 8 ശ്ലോകങ്ങളും ഇത് തന്നെയാണ്. ബ്രഹ്മാവ് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സംശയങ്ങളാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. നന്മയും സമാധാനവും ഉണ്ടാകട്ടെ. സന്തോഷം നിറഞ്ഞതാകട്ടെ നിങ്ങളുടെ ജീവിതം. ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.